നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മരണത്തെ തുടർന്ന്, അവർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ അതിശക്തമായ ആക്രമണങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നടുങ്ങി വിറച്ചു നിൽക്കുകയാണ് നമ്മുടെ അറബ് മേഖല ഒന്നാകെ. ഈ യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ലാത്തവരാണ് ഈ അറബ് രാജ്യങ്ങൾ. അവർ നാളിതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധമാണ് വ്യോമാക്രമണത്തിലൂടെ അവരെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരത്തിലും വിനോദസഞ്ചാരത്തിലും എണ്ണ കച്ചവടത്തിലൊക്കെ ആയി അധിഷ്ഠിതമാണ് ഈ രാജ്യങ്ങളെല്ലാം. ഈ യുദ്ധവും അതിർത്തി തർക്കവും ഒന്നും ഇവരുടെ താല്പര്യങ്ങൾപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധ ബഡ്ജറ്റിലും യുദ്ധ മുന്നൊരുക്കത്തിലും സമാധാന മേഖലയുടെ തയ്യാറെടുപ്പുകൾ മാത്രമേ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളൂ. എല്ലാ രാജ്യങ്ങളുമായി നയതന്ത്രബന്ധം സ്ഥാപിച്ചും ചർച്ചകളുടെ പ്രശ്നം പരിഹരിച്ചും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗൾഫിലെ ഓരോ രാജ്യവും ആഗ്രഹിക്കുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം രാജ്യത്തെ യുദ്ധസന്നദ്ധമാക്കുകയാണ് ഇറാൻ എപ്പോഴും ചെയ്തിരുന്നത്. ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ മാതൃകയിൽ സ്വയം പര്യാപ്ത സംവിധാനം അവർ രാജ്യത്തൊരുക്കി. പ്രധാന യുദ്ധങ്ങളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ലാത്ത ഇറാൻ്റെ സൈനിക ശേഷി ഈ പുറമേ നിന്ന് കണ്ട് വിലയിരുത്തൽ മാത്രമാണ് മറ്റു രാജ്യങ്ങൾക്ക് ആയത്. എന്നാൽ US ആക്രമണം ഇറാനിൽ ആരംഭിച്ചതോടെ തൊട്ടടുത്ത നിമിഷം തന്നെ ഗൾഫിലെ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും പറന്നതോടെ എല്ലാവരും ഞെട്ടലിലാണ്. UAEയിലേക്ക് മാത്രം ഏകദേശം 541 ഡ്രോണുകൾ വന്നു. ബാക്കി രാജ്യങ്ങളിലേക്ക് വിട്ട ഡ്രോണുകളുടെ എണ്ണം കൂടി ചേർത്താൽ ഇതിനോടകം ഇറാൻ തൊടുത്തത് 1000-ലധികം ഡ്രോണുകളാണ്. ഇത്രയേറെ ശിക്ഷിക്കപ്പെടാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ത് ചതിയാണ് ഇറാനോട് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് പകപോക്കലാണ് എന്നാണ് ഗൾഫിലെ ഓരോ രാജ്യവും ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറാൻ്റെ ആയുധങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ ഫലപ്രദമായി നേരിട്ടു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കാരണം 90%-ലധികം ആയുധങ്ങളെയും ആകാശത്ത് വച്ച് തന്നെ നിർവീര്യമാക്കാൻ ഗൾഫിലെ പല കൺട്രീസിനും കഴിഞ്ഞു. അമേരിക്കൻ സേനയ്ക്ക് താവളം നൽകി എന്നതാണ് ഈ യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ കുറ്റം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിലുള്ള അമേരിക്കൻ ക്യാമ്പുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെയൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വന്ന് പതിച്ചത് പലതും ഈ ജനസാന്ദ്രത ഏറിയ ഫ്ലാറ്റുകളിലും അതുപോലുള്ള കെട്ടിടങ്ങളിലുമാണ്. എന്നാൽ ഈ ഗൾഫ് മേഖലയിലുള്ള താവളങ്ങളിൽ, അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് ഒരു മിസൈൽ പോലും തൊടുത്തിട്ടില്ല ഇറാനെതിരെ എന്നതും വേറെ ശ്രദ്ധേയമാണ്. മറ്റൊരു യാഥാർത്ഥ്യം, ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരിക്കും ഇറാൻ ആഗ്രഹിച്ചത് എങ്കിലും പക്ഷേ ഇപ്പോൾ ഫലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ ശത്രുത സമ്പാദിക്കാൻ മാത്രമാണ് ഇറാൻ സാധിച്ചത്. US-നും ഇസ്രയേലിനുമെതിരെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. വൻ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും മറുപടി ഇല്ലാതെ പോകില്ല എന്നായിരുന്നു ഇറാൻ മന്ത്രിസഭയുടെ പ്രതികരണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം ഉടൻ ആരംഭിക്കുമെന്നും റവല്യൂഷണറി ഗാർഡും മുന്നറിയിപ്പ് നൽകി. പിന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ചുവപ്പ് രേഖ ലംഘിച്ചു, അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ കൊടും പ്രഹരങ്ങൾ താങ്ങാനാകാതെ നിങ്ങൾ യാചിക്കേണ്ടി വരും എന്നാണ് ഒരു ടെലിവിഷനിലൂടെ പാർലമെൻ്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വെല്ലുവിളിച്ചത്. ഇതിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, അത് ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ആക്രമണമാകും നേരിടേണ്ടി വരിക എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഗൾഫ് മേഖല. അതുകൊണ്ട് തന്നെ ഗൾഫിലെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ അടിയും തിരിച്ചടി നടക്കുമ്പോൾ ഗൾഫ് മേഖല മാത്രമല്ല, ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ ഒരു ആശങ്ക ഉണ്ടാകും. എന്തായാലും ഇറാൻ എത്രയൊക്കെ വെല്ലുവിളിച്ചാലും ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ തിരിച്ചടി തുടങ്ങിയാൽ അത് താങ്ങാനുള്ള ശേഷി ഇറാൻ ബാക്കിയുണ്ടോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.